നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ അറിയാം ദി പ്രോഗ്രസ് ന്യൂസ് മിനിറ്റിലൂടെ. സംസ്ഥാന മന്ത്രിസഭാ പുനഃസംഘടന അന്തിമ തീരുമാനം നാളെ. ഗണേഷ് കുമാറിന് ഗതാഗതവും കടന്നപ്പള്ളി രാമചന്ദ്രന് തുറമുഖ വകുപ്പും ലഭിക്കാൻ സാധ്യത. 29-ന് സത്യപ്രതിജ്ഞ നടന്നേക്കും. നവകേരള സദസ്സ് കാരണമാണ് മന്ത്രിസഭാ പുനഃസംഘടന വൈകിയത്. 35 ദിവസത്തെ കേരള പര്യടനത്തിന് ശേഷം നവകേരള സദസ്സ് ഇന്ന് സമാപിക്കും. വട്ടിയൂർക്കാവ് പോളിടെക്നിക് ഗ്രൗണ്ടിലാണ് സമാപനം. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമുണ്ടാവാൻ സാധ്യത ഉള്ളതിനാൽ കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. കാനത്തിന്റെ നിര്യാണത്തെ തുടർന്ന് മാറ്റിവെച്ച എറണാകുളം ജില്ലയിലെ 4 മണ്ഡലങ്ങളിലെ പര്യടനം ജനുവരി 1, 2 തീയതികളിൽ നടക്കും. കേരളത്തിൽ കലാപം സൃഷ്ടിക്കാനാണ് UDF ശ്രമിക്കുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ. ഇതിനായി ക്രിമിനൽ സംഘങ്ങളെ ഉപയോഗപ്പെടുത്തി. സർക്കാരിന്റെ പണം എടുത്തല്ല നവകേരള സദസ്സ് നടത്തിയതെന്നും മന്ത്രി പറഞ്ഞു. DYFI പ്രവർത്തകർ നടത്തിയത് രക്ഷാപ്രവർത്തനമാണെന്നും മന്ത്രി ആവർത്തിച്ചു. DGPയുടെ വീട്ടിലേക്ക് മഹിളാ മോർച്ച നടത്തിയ പ്രതിഷേധത്തിൽ 3 പോലീസുകാർക്ക് സസ്പെൻഷൻ. ഗാർഡ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാരെയാണ് സസ്പെൻഡ് ചെയ്തത്. DGPയുടെയോ ഉന്നത ഉദ്യോഗസ്ഥരുടെയോ അനുമതിയില്ലാതെ പോലീസുകാർ ഗേറ്റ് തുറന്നെന്നും നടപടി പോലീസിന്റെ പേരിന് കളങ്കം ഉണ്ടാക്കിയെന്നും സസ്പെൻഡ് ചെയ്തുള്ള ഉത്തരവിൽ പറയുന്നു.